Hello friends, welcome back to the brand new episode of EduTech. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോറിക്ഷ എങ്ങനെയാണ് ഓടിക്കുന്നതെന്നാണ് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ ഓട്ടോറിക്ഷ ഓടിക്കാൻ നമുക്ക് പഠിക്കാവുന്നതാണ്. നമ്മുടെ ബൈക്ക് ഓട്ടെ നമ്മുടെ ചേതക്ക് നിങ്ങൾ ഓടിച്ചിട്ടുണ്ടാവും. ചേതക്കിന്റെ സെയിം മെക്കാനിസം തന്നെയാണ് ഒരു ഓട്ടോറിക്ഷ എങ്ങനെ ഓടിക്കാം എന്നുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് ചെക്ക് ചെയ്യാം ഓട്ടോറിക്ഷ എങ്ങനെയാണ് ഓടിക്കാൻ പഠിക്കുന്നത്. അതിന് മുമ്പായിട്ട് ഓട്ടോറിക്ഷയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഓട്ടോറിക്ഷയുടെ അകത്തേക്ക് കയറുമ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതാണ് ഇതിന്റെ ഹാൻഡില്. ഓക്കെ, ഇത് ക്ലച്ച്. ഇതുപോലെ തന്നെ ഇവിടെ 3 ലിവേഴ്സ് നിങ്ങൾക്ക് കാണാം. ഇത് ഈ കാണുന്നതാണ് ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുന്ന സാധനം. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ഓട്ടോറിക്ഷയുടെ ബ്രേക്ക്. അപ്പം ഇവിടെയാണ് ഗിയർ വരുന്നത്. ക്ലച്ചിന്റെ ഒപ്പം തന്നെയാണ് ഗിയർ വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത് ചേതക്കിന്റെ സെയിം മെക്കാനിസം ആണ് ചേതക്കിന്റെ. ഇവിടെയാണ് ക്ലച്ചും ഗിയറും ബ്രേക്കും ഇവിടെ വരുന്നത്. ഇത് ആക്സിലേറ്റർ. ഇവിടെ കുറച്ച് സ്വിച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഹോൺ, ഇത് ഹെഡ്ലൈറ്റിന്റെ ഡിമ്മാണ്, ഇതിന്റെ ഇൻഡിക്കേറ്റർ. പിന്നെ ഇവിടെ കുറച്ച് സ്വിച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഹെഡ്ലൈറ്റിന്റെ സ്വിച്ച് ആണ്, ഇത് വൈപ്പറിന്റെ സ്വിച്ച്, ഇതുപോലെ തന്നെ ഇത് ഹസാർഡ് ലാമ്പിന്റെ സ്വിച്ച് ആണ്. ഇത് എക്സ്ട്രാ നമ്മൾ കയറ്റേക്കുന്ന ഒരു സ്വിച്ച് ആണ്. ഇവിടുത്തെ ഈ ലൈറ്റിന്റെ സ്വിച്ച് ആണത്. ഓക്കെ, ഇതാണ് മീറ്റർ കൺസോളിൽ 2 മീറ്റർ ആണുള്ളത്. ഫ്യൂൽ മീറ്ററും അതുപോലെ തന്നെ സ്പീഡോ മീറ്ററും. പിന്നെ ഇവിടെ കുറച്ച് മറ്റേ ഓഡോമീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. പിന്നെ ഒരു വൈപ്പർ ഇവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ ഇവിടെയായിട്ട് നമ്മുടെ മീറ്ററും കാര്യങ്ങളൊക്കെ ഇരിക്കണ്ടേ. ഓക്കെ, അപ്പൊ നമ്മൾ ഓട്ടോറിക്ഷ നമ്മൾ സാധാരണ ഒരു ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് എടുത്തുകൊണ്ട് പോകുന്ന മാതിരി നമുക്കൊരു ഓട്ടോറിക്ഷ സ്റ്റാർട്ട് ചെയ്ത് എടുത്തുകൊണ്ട് പോകാനായിട്ട് പറ്റില്ല. കാരണം ഇതിന് കുറച്ച് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്റ്റാർട്ടാക്കാനായിട്ട്. ഇതിപ്പോ നമ്മുടെ ഫസ്റ്റ് ഗിയറിലാണ് വണ്ടി കിടക്കുന്നത്. അതുപോലെ തന്നെ താഴത്ത് 3 ലിവർ എന്തിനാന്ന് പറഞ്ഞുതരാം. ഇത് നമ്മുടെ റിവേഴ്സ് ഗിയറിന്റെ ലിവറാണ്. ഇത് ഡീകംപ്രഷൻ ലിവർ എന്ന് പറയും. ഇതാണ് നമ്മുടെ സ്റ്റോപ്പ് ചെയ്യാനുള്ള ലിവർ. ഹാൻഡ് ബ്രേക്ക് ഇതാണ്. ഓക്കെ, ഹാൻഡ് ബ്രേക്കും അതും ബ്രേക്കും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് വണ്ടി എങ്ങനെയാണൊന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനടുത്ത് എവിടെയാണ് കീ ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ 3 തിരിയാണുള്ളത്. ഒരു പ്രാവശ്യം തിരിച്ചു കഴിഞ്ഞാൽ വണ്ടിയുടെ ബാറ്ററി നമുക്ക് ഓൺ ആവും. അപ്പോൾ ഇവിടെ ബാറ്ററിയുടെ ലൈറ്റും കാര്യങ്ങളൊക്കെ കത്തും. ഓക്കെ, ബാറ്ററി എവിടെ ഇരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ ബാറ്ററി ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒറ്റ പ്രാവശ്യം തിരിച്ചു കഴിഞ്ഞാൽ ബാറ്ററി ഓൺ ആവുന്നതാണ്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിങ്ങളുടെ ബാറ്ററി നിങ്ങൾ ഓൺ ചെയ്ത് വെക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് ചവിട്ടി പിടിച്ചതിന് ശേഷം ഇത് ന്യൂട്രലിലേക്ക് വെക്കുക. ഇതിന്റെ ഗിയർ എന്ന് പറഞ്ഞാൽ മേളിലോട്ട് ഫസ്റ്റും പിന്നെ ബാക്കിയുള്ള ഗിയറൊക്കെ താഴത്തേക്കാണ്. സെൻട്രൽ പൊസിഷനിൽ ന്യൂട്രലാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ന്യൂട്രൽ എന്ന് പറയുമ്പോൾ വണ്ടി കുറച്ച് നീങ്ങും. അപ്പൊ ന്യൂട്രലാന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം ഇപ്പൊ നമ്മൾ ന്യൂട്രലാണ് വണ്ടി കിടക്കുന്നത്. അപ്പൊ നമ്മൾ കയറ്റത്തിലൊക്കെ വെച്ചാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമെങ്കിൽ ബ്രേക്ക് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ട് ബ്രേക്ക് ചവിട്ടി പിടിച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം ഈ സെന്ററിലുള്ള ലിവർ ഉണ്ടല്ലോ, 3 ലിവർ ഞാൻ കാണിച്ചു തന്നിരുന്നു. സെന്ററിലുള്ള ലിവറാണ് ഡീകംപ്രഷൻ ലിവർ. ഇത് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്താണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഈ ഡീകംപ്രഷൻ ലിവർ പയ്യെ മുകളിലോട്ട് പൊക്കി പിടിച്ചിട്ട് നമ്മുടെ താക്കോല് ഇപ്പൊ ബാറ്ററി ഓൺ ആക്കി വെച്ചേക്കാണ്. അപ്പോൾ ഒരു തിരിയിരിക്കാം. സ്റ്റാർട്ട് ആയി കഴിയുമ്പോൾ നമ്മൾ റിലീസ് ചെയ്യുക, നമ്മുടെ ഡീകംപ്രഷൻ ലിവർ റിലീസ് ചെയ്യുക. അപ്പൊ വണ്ടി സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. അപ്പൊ വണ്ടി സ്റ്റാർട്ടായി കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് ഗിയർ ഇടാണ്. ഫസ്റ്റ് ഗിയർ ഇടാനായിട്ട് ഇപ്പൊ നമ്മൾ ക്ലച്ച് ഫുള്ളായിട്ട് പിടിക്കുക. ക്ലച്ച് ഫുള്ളായിട്ട് പിടിച്ചിട്ട് നേരെ മേളിലേക്ക് ഇടുക. അപ്പൊ ഒരു വണ്ടിക്ക് ഒരു ചാട്ടം പോലെ തോന്നും. അത് ഗിയർ വീണുകയെന്ന് അർത്ഥം. അപ്പൊ നമ്മള് ഈ ക്ലച്ചിൽ നിന്ന് പയ്യെ റിലീസ് ചെയ്ത് തന്നെ വണ്ടി മൂവ് ആവുന്നതായിരിക്കും. ഓക്കെ, ആക്സിലേറ്റർ കൊടുക്കാതെ തന്നെ വണ്ടി മൂവ് ആവുന്നതായിരിക്കും. അപ്പൊ കാണാൻ ആക്സിലേറ്റർ കൊടുക്കുന്നില്ല, എന്നാലും വണ്ടി മൂവ് ആവുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ക്ലച്ച് റിലീസ് ആവുന്നതിനനുസരിച്ച് ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി മൂവ് ആവുന്നത്. അത്ര സിമ്പിൾ പ്രൊസീജിയേഴ്സ് ആണ് ഇതിന്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് റിവേഴ്സ് ഇട്ട് സ്റ്റോപ്പ് ചെയ്യാൻ ഓടിക്കാം. റിവേഴ്സ് ഇടാനായിട്ട് ഇപ്പൊ ഞാൻ വണ്ടി വീണ്ടും ന്യൂട്രൽ ഇട്ടു. അപ്പൊ റിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഗിയർ ഇതാണ് ഞാൻ പറഞ്ഞു. അപ്പൊ ഈ സാധനം ചുമ്മാ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി പുറകിലേക്ക് പോകില്ല. അപ്പൊ ഞാൻ ലിവർ ഇട്ട നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ലിവർ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി പുറകിലേക്ക് പോകില്ല. അപ്പൊ ഇതിനായിട്ട് നമ്മളിപ്പോ ലിവർ ഇടുക, ന്യൂട്രലാക്കി വെക്കാൻ ലിവർ ഇടുക. എന്നിട്ട് നമ്മൾ നേരെ ഫസ്റ്റിലേക്ക് കൊടുക്കുക. ഫസ്റ്റിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ ആക്സിലേറ്ററിൽ നിന്ന് പയ്യെ ഇട്ട് കഴിയുമ്പോൾ വണ്ടി പുറകിലേക്ക് പോകുന്നതായിരിക്കും. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഗിയർ ഇടാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ലിവറിലിട്ടിട്ട് ഫസ്റ്റിലിട്ട് വണ്ടി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ലിവർ ഇട്ട് വെച്ചേക്കാണെങ്കിൽ നേരെ വണ്ടി പുറകിലേക്ക് പോകുള്ളൂ. അപ്പൊ ലിവർ എപ്പോഴും റിലീസ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ നമ്മള് എങ്ങനെയാണ് വണ്ടി എടുക്കുന്നതെന്നും പുറകോട്ട് പോകുന്നതെന്നും നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഇവിടെ 3 ലിവറാണ് ഉള്ളത് ഞാൻ പറഞ്ഞു. അപ്പൊ ഈ റെഡ് കളറില് പിടിയുള്ള ലിവർ എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യാനായിട്ടാണ്. അപ്പൊ നമ്മൾ ഇതെടുത്ത് മേളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ വണ്ടി സ്റ്റോപ്പ് ആവുന്നതായിരിക്കും. ഇത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് ഓട്ടോറിക്ഷ ഓടിക്കാൻ പഠിക്കാവുന്നതാണ്. പിന്നെ എന്താ ഗിയർ ഇടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഫസ്റ്റ് ആന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ സെക്കൻഡ് ആവും, തേർഡ് ആവും, അത് കഴിഞ്ഞ് താഴത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഫോർത്ത് ആവും. അതുപോലെ തന്നെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതാവും. നമ്മുടെ സ്പീഡ് കൂടുന്നതിന് കുറഞ്ഞതനുസരിച്ച് തിരിച്ചു കൊടുക്കാം. ഫസ്റ്റ് ഗിയർ നമ്മൾ വണ്ടി നിന്ന് പോകുന്ന സാഹചര്യം മാത്രമേ ഇടേണ്ടതായിട്ടുള്ളൂ. ഇപ്പൊ നമുക്ക് ഫസ്റ്റ് ഗിയറിലിട്ട് നമ്മൾ ക്ലച്ച് പിടിക്കാതെ തന്നെ വണ്ടി നീങ്ങുന്നതായിരിക്കും. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വണ്ടി ഓടിക്കാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പൊ ഇത്രയൊക്കെയാണ് ഒരു വണ്ടി ഓടിക്കാൻ അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഓടിക്കാൻ എന്ന് പറഞ്ഞ ഉള്ള കാര്യങ്ങൾ. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ പഠിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, ഇതിന്റെ ഡീസൽ ടാങ്ക് വരുന്നത് ഇവിടെയാണ്. പിന്നെ ഏതെങ്കിലും സാഹചര്യത്തിൽ ബാറ്ററി എടുത്ത് വണ്ടി സെൽഫ് അടിച്ച് സ്റ്റാർട്ട് ആവുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് അവിടെ
ഈ സംഭവമില്ലേ, ഈ സംഭവം ഉണ്ടല്ലോ, ഈ സംഭവത്തിൽ അകത്തൊരു കയറ് പോലത്തെ സാധനം നമുക്ക് ടൂൾ കിറ്റിൻ്റെ കൂടെ കിട്ടും. അത് ഇവിടെ ഇട്ടിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് വലിച്ചു കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാകുന്നതായിരിക്കും. ന്യൂട്രലിട്ടിട്ട് അപ്പൊ നിങ്ങൾ ഒരു കാരണവശാലും ബൈക്ക് ഓടിക്കുന്ന അകത്തോടുകൂടി വണ്ടി ഓടിക്കാൻ പറ്റില്ല. കാരണം ഇതിന് 3 വീലാണുള്ളത്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് സ്പീഡിലൊക്കെ പോകുമ്പോൾ വളവൊക്കെ ടേൺ ചെയ്ത് കഴിഞ്ഞാൽ മറിയാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. പിന്നെ എന്റെ ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വീലും കൂടെ ഒരുമിച്ച് എല്ലാം മാത്രമുള്ള ബ്രേക്കാണ്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഇനി വണ്ടി തിരിച്ചൊന്ന് കയറ്റിയിടാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വണ്ടി ന്യൂട്രൽ ആക്കിയിട്ടുണ്ട്. ഡികംപ്രഷൻ ലിവറെ പിടിച്ചിട്ട് അത് അതിനുശേഷം ഇപ്പൊ നമുക്ക് റിവേഴ്സ് ആണ് പോകേണ്ടത്. റിവേഴ്സ് പോകാനായിട്ട് ഞാൻ റിവേഴ്സ് ഗിയറിട്ടു. അതിനുശേഷം ക്ലച്ച് പിടിച്ച് ഫസ്റ്റിലേക്ക് ഇട്ടു. റിവേഴ്സ് പോകുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ സൈഡൊക്കെ നോക്കിയെടുക്കുക. ബാക്ക് ക്ലച്ച് കാണാനായിട്ട് സാധിക്കില്ല, കാരണം ഇതിൽ പടത്താണുള്ളത്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇവിടെ വന്ന ശേഷം റിവേഴ്സ് ഗിയർ മാറ്റാൻ ക്ലച്ച് പിടിച്ച് തന്നെ നമുക്ക് റിവേഴ്സ് ഗിയർ മാറ്റാം, ഫസ്റ്റ് ഇട്ടുകൊണ്ട് തന്നെ. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് പയ്യെ റിലീസ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ വണ്ടി മൂവ് ആവുന്നതാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ മൂവായി നമുക്ക് കൊണ്ടാകുന്ന സ്ഥലത്തേക്ക് വണ്ടി കൊണ്ടുവന്ന് കാണാം. സിമ്പിൾ പ്രൊസീജിയേഴ്സാണ് ഫ്രണ്ട്സ്. അപ്പോൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓട്ടോറിക്ഷ ഓടിക്കാൻ പഠിക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണും വരെ ഇറ്റ്സ് മീ എഡ്യൂടെക് സൈനിങ് ഓഫ്.